കഴിഞ്ഞ 6 വർഷത്തിനിടയിലാണ് ഹൈറേഞ്ച് മേഖലയിൽ സ്ട്രോബറി കൃഷി വ്യാപകമാകുന്നത്. ആദ്യം മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ സഹായത്തോടെ കുടുംബശ്രീ പ്രവർത്തകരായിരുന്നു കൃഷി ആരംഭിച്ചത്. മൂന്നാർ ടൗൺ പരിസരത്തും ലക്ഷ്മി എസ്റ്റേറ്റിലുമായിരുന്നു കൃഷിയുണ്ടായിരുന്നത്. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സ്ട്രോബറി ഉപയോഗിച്ച് ജാമും വൈനും ഉണ്ടാക്കി വിനോദസഞ്ചാരികൾക്കിടയിൽ വിൽപ്പന നടത്തിയതാണ് കർഷകർക്ക് പ്രോത്സാഹനമായത്. ഇതേ തുടർന്ന് കൃഷി വട്ടവട, കാന്തല്ലൂർ മേഖലകളിലേക്കും വ്യാപിച്ചു. നമ്മളിപ്പം ഇവിടുന്ന് കിട്ടിയ തൈകള് പഞ്ചായത്തിൽ നിന്ന് കൊണ്ട് തന്നാണ്. ഹൈബ്രിഡിന്റെ ആണെന്ന് പറഞ്ഞു. നമ്മൾ പണിയൊക്കെ ചെയ്തു. വലിയ കുഴപ്പമില്ലാതെ 1 കിലോ 2 കിലോ ഒക്കെ 3 ദിവസം 2-3 മാസം കഴിഞ്ഞപ്പോൾ മുതൽ നമുക്ക് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. 1 കിലോ 2 കിലോ പണി ചെയ്യുന്ന പോലെ ഇരിക്കും. വളമൊക്കെ ഇട്ട് കൂടുതൽ പണി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കിട്ടും. ആദ്യകാലത്ത് ഹോർട്ടികോർപ്പിന്റെ സഹായം ലഭിച്ചെങ്കിലും പിന്നീട് അത് ലഭിക്കാതെ വന്നത് സ്ട്രോബറി കൃഷിക്ക് തിരിച്ചടിയായി. ഇതോടെ ലാഭത്തിലായിരുന്ന കൃഷി നഷ്ടത്തിലെത്തി. ഇപ്പോൾ 1 കിലോ സ്ട്രോബറിക്ക് 150 മുതൽ 180 രൂപ വരെയാണ് ലഭിക്കുന്നത്. ഉൽപാദന ചെലവിന് ആനുപാതികമായ വില ലഭിക്കാത്തതും സർക്കാർ സഹായം ലഭ്യമല്ലാത്തതും കർഷകരെ കടക്കണിയിലെത്തിച്ചിരിക്കുകയാണ്. സർക്കാർ സഹായം നൽകുകയും ഹോർട്ടികോർപ്പ് വഴി വിപണന മേഖല തുറക്കുകയും ചെയ്താൽ ചെലവ് കുറഞ്ഞ ഈ കൃഷി ലാഭകരമാവുമെന്ന് കർഷകർ പറയുന്നു. ബിജു തറയിൽ, മീഡിയ 1 ഇടുക്കി.